ഹായ് ഹലോ. തടിയിൽ തീർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പത്മനാഭപുരം കൊട്ടാരം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്കടുത്താണ് പത്മനാഭപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത്. വേളിമലയുടെ താഴ്വരയിൽ 1601 ഈ കൊട്ടാരം നിർമ്മിച്ചത്. 1795 പത്മനാഭപുരത്തു നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടെ പത്മനാഭപുരത്തിൻ്റെ പകിട്ടു കുറഞ്ഞു. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതോടെ പത്മനാഭപുരം കൊട്ടാരം ഉൾപ്പെടുന്ന കന്യാകുമാരി ജില്ല തമിഴ്നാടിൻ്റെ ഭാഗമായി മാറി. എങ്കിലും കൊട്ടാരത്തിൻ്റെ അവകാശവും നിയന്ത്രണവും ഇപ്പോഴും കേരള സർക്കാരിൻ്റേതാണ്. പാലസിലേക്കുള്ള വെഹിക്കിൾ എൻട്രി ഫീസ് 50 രൂപയാണ്. ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേർന്നു. ഇനി നമുക്ക് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാം. ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് കൊട്ടാരത്തിൻ്റെ ആദ്യ നിർമ്മാതാവ്. പിന്നീട് 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുനർനിർമ്മിച്ചത്. കിളികളെ പോലെ സൗണ്ട് ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളുമായിട്ട് നിറയെ പേര് സൈഡുകളിൽ കാണാൻ പറ്റും. പാലസിലേക്ക് പോകുന്ന റോഡിന് ഇരുവശങ്ങളിലും നിറയെ കടകൾ കാണാൻ പറ്റും. ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആണ് കൂടുതലായും കാണുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കൊട്ടാരം ഇപ്പോൾ കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണ കേന്ദ്രവും ചരിത്ര മ്യൂസിയവുമാണ്. ഇതാണ് പത്മനാഭപുര കൊട്ടാരത്തിലേക്കുള്ള കവാടം. രാജശാസനകൾ പ്രതിധ്വനിച്ചിരുന്ന ഈ കൊട്ടാരമുറ്റത്ത് നിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ സമയരഥത്തിലേറി 4 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകും. കൊട്ടാരത്തിന് ഇടതുവശത്തായാണ് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മുതൽ 12:30 വരെയും വൈകുന്നേരം 2 മുതൽ 4:30 വരെയുമാണ് ടിക്കറ്റ് ടൈമിംഗ്. മൺഡേ ഹോളിഡേ ആണ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. മൊബൈൽ വീഡിയോഗ്രഫി ഇവിടെ അലൗഡ് അല്ല. മൊബൈലിൽ ഫോട്ടോ മാത്രമേ ഇവിടെ എടുക്കാൻ സമ്മതിക്കൂ. അതിന് 10 രൂപയാണ് ചാർജ്. പ്രൊഫഷണൽ വീഡിയോഗ്രഫിക്ക് 2100 രൂപയുമാണ്. അല്ലാതെ ഗോപ്രോ ഫോട്ടോ വീഡിയോയ്ക്ക് 250 രൂപയും. കൊട്ടാരത്തിനകത്തേക്ക് ചെരുപ്പ് ഉപയോഗിച്ച് പ്രവേശിക്കാനാകില്ല. ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് സൈഡിൽ തന്നെ. വിശാലമായ മുറ്റത്തു നിന്നും നമ്മൾ നടന്നു കയറുന്നത് നടമാളികയിലേക്കാണ്. ഇവിടെ നിന്നും നീളം കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന പൂമുഖപ്പടിയിലെത്തും. ഇവിടെ നിന്നും തടിയിൽ തീർത്ത കുത്തനെയുള്ള ഈ പടികൾ കയറി ചെല്ലുന്നത് മന്ത്രശാലയിലേക്കാണ്. രാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഈ മന്ത്രശാലയിൽ ഇരുന്നായിരുന്നു. കൽക്കുളം കൊട്ടാരം എന്നാണ് ആദ്യം ഈ കൊട്ടാരത്തിനെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭദാസനായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയ സമയം മുതലാണ് കൽക്കുളം കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരമായത്. മന്ത്രശാലയിൽ നിന്നും പടികൾ ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ വിശാലമായ ഊട്ടുപുര മാളികയിലെത്തും. മുകളിലത്തെയും താഴത്തെയും നിലകളിൽ 1000ഓളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഊട്ടുപുര നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂരിലെ ഹൈദരാലി മലബാർ ആക്രമിച്ചപ്പോൾ പത്മനാഭപുരത്ത് അഭയം പ്രാപിച്ച ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകാനാണ് ഇത് നിർമ്മിച്ചതെന്നും അതുകൂടാതെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഹിരണ്യഗർഭം എന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്ന ബ്രാഹ്മണർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഊട്ടുപുര നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്.
കാറ്റും വെളിച്ചവും കൃത്യമായി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഓരോ മന്ദിരവും നിർമ്മിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തുശില്പ രീതിയിൽ തടിയിൽ തീർത്ത മേൽത്തട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. കൊട്ടാരം എന്നറിയപ്പെടുന്ന മാളികയാണ് നമ്മൾ ഈ കാണുന്നത്. 1592 മുതൽ 1610 വരെ വേണാട് ഭരിച്ചിരുന്ന രവീന്ദ്രവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. കേരള വാസ്തുകലയുടെ ഒരു മകുട ഉദാഹരണമാണ് 6 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരം. തടിയിൽ തീർത്ത കൊത്തുപണികളുടെ ധാരാളിത്തം നമുക്കിവിടെ കാണാം. ചെറിയൊരു ഉദ്യാനത്തിലൂടെ നടന്ന് പുത്തൻ മാളിക കൊട്ടാരത്തിൻ്റെ മനോഹരമായ കാഴ്ചയും കാണാം. രാജാക്കന്മാരിലെ കയറിയതാണോ? പല മാളികകളുടെയും അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. മാളികകളിൽ ചിലത് കാലപ്പഴക്കം മൂലം സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കാറില്ല. തായ്ക്കൊട്ടാരത്തിൻ്റെ അകത്ത കാഴ്ചകളാണ് ഈ കാണുന്നത്. ജനലുകൾക്ക് പകരം തടിയിൽ തീർത്ത അഴികളാണ് കൂടുതലും. ഇത് കൊട്ടാരത്തിനുള്ളിലെ വായു സഞ്ചാരം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. ഈ കിളിവാതിൽ വഴി നോക്കുമ്പം നമുക്കൊരു നടുമുറ്റം കാണാൻ കഴിയും. Don't touch it. Don't touch. ബാ എടുത്തിട്ട് കാര്യമില്ല. ഈ വഴി എടുത്തു കുഞ്ഞു വാതിലേണ്ട. രാജാക്കന്മാർ പോകുന്ന വാതിലുണ്ട്. മനോട്ടനെ കാണാനേ പറ്റുന്നു, ചിരിച്ചാലേ കാണാൻ പറ്റൂ. അവിടെ എന്താ മനോട്ട്. പരമ്പരാഗത ശൈലിയിൽ മുട്ടവെള്ളയും നീല അമരിയും ചിരട്ടക്കരിയും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള മിനുസമുള്ള തറയാണ് കൊട്ടാരത്തിൽ കാണാൻ കഴിയുന്നത്. ഘനമുള്ള തടിയിൽ തീർത്ത വാതിലുകളും സാക്ഷികളും നമുക്ക് എവിടെയും കാണാൻ കഴിയും. ഈ പടികൾ കയറി ചെല്ലുന്നത് മഹാരാജാവിൻ്റെ പള്ളിയറയിലേക്കാണ്. തടിയിൽ തീർത്ത സപ്രപഞ്ച കട്ടിലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 64 ഔഷധവൃക്ഷങ്ങളുടെ തടി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണ് ഈ കട്ടിൽ. ഇവിടെ നിന്നും ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് മഹാരാജാവിൻ്റെ ഊണുമുറിയിലേക്കാണ്. ഇപ്പം അങ്ങോട്ട് കയറ്റി വിടത്തില്ല, നോ എൻട്രി ബോർഡൊക്കെ വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ഈ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ മഹാറാണിയുടെ മുറിയും കട്ടിലും കാണാൻ കഴിയും. നിറയെ കൊത്തുപണികളോട് കൂടിയ പിത്തള പതിപ്പിച്ച ഒരു കട്ടിൽ ഇവിടെ കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എത്രയോ രാജകുടുംബാംഗങ്ങൾ നടന്നു നീങ്ങിയ വരാന്തകൾ. കരിങ്കല്ലിൽ തീർത്ത 2 ശുചിമുറികളും ഇതിനോട് ചേർന്ന് തന്നെ കാണാം. പോകുന്ന വഴികളിലൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളും കാണാൻ കഴിയും. ഈ കൊട്ടാരത്തിലെ അത്യാവശ്യം നല്ല ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ മാളികകളും കാണാൻ കഴിയും. ഇതുവഴി നമ്മൾ കയറുന്നത് ഇന്ദ്രവിലാസം കൊട്ടാരത്തിൻ്റെ ഇടനാഴിയിലേക്കാണ്.
മറ്റു മാളികകളിൽ നിന്നും വിഭിന്നമായി ഉയരമുള്ളതും വലിപ്പമുള്ളതുമായ മുറികൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മഹാരാജാക്കന്മാർ ഉത്സവ ദിവസങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നതും വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും ഇവിടെ ഇരുന്നാണ്. അമ്പാരി മുഖപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. കൊട്ടാരത്തിലെ ചിത്രകലകളൊക്കെ പ്രദർശിപ്പിച്ചിരുന്ന മുറിയാണ് ഇത്. ഇരുവശത്തും അഴികളോടുകൂടിയ ജനലുകളുള്ള വലിയ ഒരു ഹാള്. മുട്ടയുടെ വെള്ളയും കരിമണലും കരിക്കൻ വെള്ളവും ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേകതരം മിശ്രിതമാണ് തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അർദ്ധവൃത്താകൃതിയിലുള്ള ഈ പടികൾ കയറി ചെല്ലുന്നത് ഈ കൊട്ടാരത്തിൻ്റെ വളരെ ഭംഗിയുള്ള ഒരു വരാന്തയിലേക്കാണ്. കണ്ണാടി പോലെ മിനുസമുള്ള തറയും നീളം തൂണുകളും ഒക്കെയുള്ള സന്ദർശകരെ അതിശയിപ്പിക്കുന്ന ഒരു കൊട്ടാരമാണിത്. വിദേശികളായ അതിഥികൾക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഇന്ദ്രവിലാസം കൊട്ടാരം. ഈ പടികൾ ഇറങ്ങി ചെല്ലുന്നത് ഇന്ദ്രവിലാസം കൊട്ടാരത്തിന്റെ പൂമുഖത്തേക്കാണ്. നിറയെ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന പൂമുഖം. ഞങ്ങൾ നടന്ന് തളർന്നത് മനസ്സിലാക്കി പൂമുഖത്ത് കാത്തുനിന്ന ഒരു ചേട്ടൻ തൊട്ടപ്പുറത്തൊരു ക്യാൻറ്റീൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഫുഡൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു തന്ന് ശരിയാണോ എന്നറിയാൻ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഈ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് വിശാലമായ ഒരു ഉദ്യാനത്തിലേക്കാണ്. ോട് ചേർന്ന് ഇടതുവശത്തായിട്ടാണ് ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴികളിൽ മിക്കയിടത്തും കുടിവെള്ളം ലഭ്യമാണ്. ക്യാൻറ്റീനിൽ കയറി ഡ്രിങ്ക്സൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ക്യാൻറ്റീനിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു കുളം കാണാൻ കഴിയും. കൊട്ടാരങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരുമോ? അതിനോട്ടോ നിൽക്കേ. അച്ഛനെ മക്കളേത് അച്ഛനെ മക്കളെയൊന്നും കിട്ടിയില്ല. ഇതിലെ കൂടെ ഒന്നും പോകത്തില്ല. ഇതിലെ കൂടെ ഒക്കെ ജോലിക്കാർക്ക് കല കുമ്പിട്ട് കിടക്കാനുള്ള സ്ഥലങ്ങളാ. വഴിയൊന്നും തെറ്റിയില്ല. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പുര കഴിഞ്ഞ് പിന്നീട് കിച്ചണിലേക്കാണ് കയറി ചെല്ലുന്നത്. കിച്ചണിൽ പണ്ടുകാലത്തെ ആട്ടുകല്ലുകളും അരകല്ലാണോ തന്നെ ഇതൊക്കെ?
പിന്നെ പാത്രം കഴുകുന്നതിന് വേണ്ടി കെട്ടിയിട്ട സ്ഥലങ്ങളും കാണാൻ കഴിയും. സൂപ്പർ ഹിറ്റ് മലയാള സിനിമ ഹിസ് ഹൈനസ് അബ്ദുള്ള ഷൂട്ട് ചെയ്തത് ഈ കൊട്ടാരത്തിൽ വെച്ചാണ്. നമ്മൾ കൊട്ടാരത്തിന്റെ നടവഴികളിലൂടെ നടന്നെത്തുന്നത് വലിയ ഒരു നവരാത്രി മണ്ഡപത്തിലേക്കാണ്. മണിച്ചിത്രത്താഴിൽ ശോഭന തകർത്തഭിനയിച്ച നൃത്തരംഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ മണ്ഡപത്തിൽ വെച്ചാണ്. എത്രയോ സംഗീതജ്ഞരും നർത്തകരും നിറഞ്ഞാടിയ കൽത്തൂണുകളും കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നവരാത്രി മണ്ഡപം. नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं ഈ ശ്രീകോവിലിനുള്ളിലെ സരസ്വതി വിഗ്രഹത്തെ സാക്ഷിയാക്കിയാണ് ഇവിടെ കല അഭ്യസിച്ചിരുന്നത്. ഇതുവഴി അങ്ങോട്ട് ചെല്ലുമ്പോൾ പണ്ടുകാലത്തെ ഒരു കിണർ കാണാൻ കഴിയും. മണിമേടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഘടികാരത്തിന്റെ മണിമുഴക്കം 3 കിലോമീറ്റർ ദൂരം വരെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. കൊട്ടാരത്തിന്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്കിറങ്ങി. പറയോ